റൂബനല്ല, ജേസൺ. 2 വർഷങ്ങൾ മുമ്പ് വരെ എന്റെ പപ്പയായിരുന്നു അവന്റെയും അവന്റെ അപ്പന്റെയും ടാർഗറ്റ്. ഇപ്പോൾ ഞാൻ. അവർ കുടുംബത്തോട് അന്ധവിശ്വാസികളാണ്. ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട കന്യകയായ പെൺകുട്ടിയെ ബലി കൊടുത്താൽ അവർ സ്വപ്നം കാണുന്ന പദവിയും അധികാരവും അവർക്ക് ലഭിക്കുമെന്ന് അവർ വിശ്വസിച്ചു. അവൻ ആ പെൺകുട്ടിയെ കണ്ടെത്തുകയും ചെയ്തു. ഇറ്റ് വാസ് ജുവൽ. ഞങ്ങളുടെ ശ്രദ്ധയിൽ പോലും പെടാതിരുന്ന അവളുടെ കാസ്റ്റ്. അത് അവന് കണ്ടെത്താൻ കഴിഞ്ഞു. ജുവലിന്റെ കോളേജിൽ അഡ്മിഷൻ എടുക്കാനും അവളെ പരിചയപ്പെടാനും അവൻ ഒട്ടും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അതിനവന് അവന്റെ അപ്പന്റെ പേര് തന്നെ ധാരാളമായിരുന്നു. പക്ഷെ അതെല്ലാം ഞാൻ വൈകിയാണ് അറിഞ്ഞത്. ആ നശിച്ച ദിവസം. നാളെ രാത്രിയല്ലേ അവൻ അവളെ ബലി കൊടുക്കാൻ പോകുന്നത്? അതെ, ഇന്ന് വൈകുന്നേരം 6 മണിക്കുള്ളിൽ അവൾ ഇവിടെ എന്റെ അടുത്തുണ്ടായിരിക്കണം. യെസ് സാർ. എനിക്ക് നിന്നെ ഉപദ്രവിക്കാനുള്ള പ്ലാനൊന്നുമില്ല. അതുകൊണ്ട് ഇവിടുന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട. നിനക്കതിന് കഴിയുകയില്ല. സർ, ഒരു കോൾ ഉണ്ട്. ആരാ? ജേസൺ. എനിക്കറിയാം അവൾ നിന്റെ കൂടെ ഉണ്ടെന്ന്. വെറും 5 മിനിറ്റ് വ്യത്യാസത്തിൽ നീ അവളെ കൊണ്ടുപോയല്ലേ? നിനക്ക് എന്തിനാണ് അവളെ? കൂടെ കിടത്താനോ, പിഴപ്പിക്കാനോ, അതോ കൊന്നു തിന്നാനോ? ഈ പറഞ്ഞതൊന്നും എന്റെ ജോലി അല്ലല്ലോ ജേസൺ, നിന്റെ അല്ലേ. പിന്നെ എന്തുണ്ടാക്കാനാടാ നീ അവളെ കൊണ്ടുപോയെ? കെട്ടി കൂടെ പറപ്പിക്കാൻ. എന്തേ? കല്യാണം കഴിക്കാനായിരുന്നു. പറക്കാൻ നിർത്തിയ ആടിനെ കിട്ടുള്ളൂടാ നിനക്ക് കെട്ടാൻ. നീ അവളെ ഒരു ചുക്കും ചെയ്യില്ല. നിനക്ക് പണ്ടേ ഉള്ളതാ ഈ ഓവർ കോൺഫിഡൻസ്. ഞാൻ വരുവാടാ. ജസ്റ്റ് 10 മിനിറ്റ്സ്. നിന്റെ അത്രയും തൊട്ടടുത്തുണ്ട് ഞാൻ. നിന്റെ കൺമുമ്പിൽ നിന്ന് തന്നെ ഞാൻ അവളെ കൊണ്ടുപോകും, ജീവനോടെ. നീ വാ, അവളെ ഇവിടെ ജീവനോടെ തന്നെ ഉണ്ടാവും. പക്ഷേ ഈ 10 മിനിറ്റിനുള്ളിൽ അവളുടെ വെർജിനിറ്റി നഷ്ടപ്പെട്ടാലോ? പിന്നെ നീ അവളെ എങ്ങനെ ബലി കൊടുക്കും? നോ, ലുക്ക്, ലിസൺ ടു മീ. ഡോണ്ട് ഡു ദിസ്. നീ പറയുന്ന കേൾക്കാൻ നീ ആരാടാ? എന്റെ തന്തയോ? ആ സമയം എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ തോന്നി. അവളുടെ കണ്ണിൽ ജേസൺ റൂബനാണ്, അവളുടെ ബെസ്റ്റ് ഫ്രണ്ട്. ഞാനോ? ഞാൻ എന്തൊക്കെ പറഞ്ഞാലും അവളത് വിശ്വസിക്കില്ല. അവനെയും അവന്റെ ആൾക്കാരെയും തടയാൻ എനിക്ക് കഴിയുമായിരുന്നിട്ടോ ഞാനത് ചെയ്തു. ഞാൻ എന്റെ പെണ്ണായി കണ്ടവൾ അവളെ അവൻ ബലി കൊടുക്കാൻ തിരഞ്ഞെടുത്തത്. അതിലുള്ള ദേഷ്യം, ഫ്രസ്ട്രേഷൻ, പൊസസീവ്നെസ് എല്ലാം കൂടെ ആയപ്പോ ഞാൻ പറ്റിപ്പോയി. എനിക്കറിയാം ഞാൻ ചെയ്തത് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയില്ലെന്ന്. പിറ്റേന്ന് നേരം വെളുത്തപ്പോ അവൾ അവിടെ ഉണ്ടായിരുന്നില്ല. എന്റെ ആളുകൾ അവളെ കണ്ടുപിടിച്ചിട്ടും എന്റെ പപ്പ അവളെ വെറുതെ വിടാൻ പറഞ്ഞു. പപ്പ അന്നത്തെ മോർണിംഗ് ഫ്ലൈറ്റിന് തിരിച്ചെത്തിയിരുന്നു. കാര്യങ്ങളെല്ലാം അറിഞ്ഞു. എന്തിന്റെ പേരിലാണെങ്കിലും ഞാൻ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞു. അവളെ നേരിൽ കണ്ട് എല്ലാം ഏറ്റു പറയണമെന്ന് പറഞ്ഞു. അവൾ എന്ത് ശിക്ഷ തന്നാലും സ്വീകരിക്കണമെന്ന് പറഞ്ഞു. എനിക്ക് അവളുടെ മുന്നിൽ ചെല്ലാൻ മറ്റൊരു ഐഡന്റിറ്റി ആവശ്യമായിരുന്നു. ആൻഡ് ഐ ഗോട്ട് ഇറ്റ് വിത്തിൻ മിനിറ്റ്സ്. പക്ഷേ അവളെ നേരിൽ കണ്ടപ്പോ ശരിക്കും ഞാൻ തകർന്നു പോയി. ഞാൻ അവളോട് ചെയ്തത് എത്ര വലിയ തെറ്റാണെന്നും അത് അവളിൽ ഉണ്ടാക്കിയ മുറിവിന്റെ ആഴം എത്രയാണെന്നും ഞാൻ നേരിൽ കണ്ടു. അവളോടെല്ലാം ഏറ്റു പറയുന്നതിന് മുമ്പ് എനിക്ക് അവളെ പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്ന് തോന്നി. അവൾക്ക് കല്യാണം ആലോചിക്കുന്ന കാര്യം ജിമ്മി പറഞ്ഞപ്പോ ഒരേ സമയം ദേഷ്യവും സങ്കടവും തോന്നി എനിക്ക്. അങ്ങനെ അവളെ കൈവിട്ട് കളയാൻ തോന്നില്ലടോ. ഒരു നിമിഷത്തെ സ്വാർത്ഥത കൊണ്ട് അവളെ സ്വന്തമാക്കാൻ നോക്കിയപ്പോ അവൻ വീണ്ടും വന്നു ഞങ്ങളുടെ ഇടയിലേക്ക്, അവളെ എന്റെ അടുത്ത് നിന്ന് കൊണ്ടുപോവാൻ.
അന്ന് രാത്രി ഞങ്ങൾ തമ്മിൽ കണ്ടിരുന്നു. ക്രിസ്റ്റി, നിനക്ക് റൂബനാവാമെങ്കിൽ എനിക്ക് ക്രിസ്റ്റി ആയിക്കൂടെ? ഷോ, നീ വേണമെങ്കിൽ സാക്ഷാൽ ദേവൻ തമ്പുരാൻ തന്നെ ആയിക്കോ. പക്ഷേ നിനക്ക് അവളെ കിട്ടില്ല. നിനക്ക് നീ എന്തിനാ അവളെ? അതെ, എനിക്കെന്തിനാ അവളെ? അവളെ കൊണ്ട് എനിക്ക് ഒരു ഉപകാരവുമില്ല. പക്ഷേ നിന്നെ ഹേർട്ട് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരവും ഞാൻ പാഴാക്കില്ല. ദാറ്റ്സ് മൈ വിഷ്. എനിക്കറിയാം ഇപ്പൊ ഈ ലോകത്ത് നീ മറ്റെന്തിനേക്കാളും സ്നേഹിക്കുന്നത് അവളെയാണ്. നീ എത്രത്തോളം അവളുമായി അടുക്കാൻ ശ്രമിക്കുന്നു, അത്രത്തോളം ഞാൻ അവളെ നിന്നിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കും. ജസ്റ്റ് വൺ ഫോൺ കോൾ, ഒരേ ഒരെണ്ണം. നീ ക്രിസ്റ്റി അല്ല, അവളെ നശിപ്പിച്ച പിശാചാണെന്ന് പറഞ്ഞ ഒരൊറ്റ ഫോൺ കോൾ, അത് മതി എനിക്ക് നിന്റെ മുഖം മൂടി പറിച്ചറിയാം. പക്ഷെ ഞാനത് ചെയ്യില്ല. എന്താന്നറിയോ നിനക്ക്? നിന്റെ കൺമുമ്പിലുണ്ടായിട്ടും നിനക്കൊന്നും ചെയ്യാൻ കഴിയാതെ നീ നിസ്സഹായനായി നിൽക്കുമ്പോ എനിക്ക് അവളുടെ കൈയും പിടിച്ച് നിന്റെ മുന്നിലൂടെ പോണം. നിന്റെ കണ്ണീര് എനിക്ക് കാണണം. നീ കുറിച്ചിട്ടോ, അവൾ എനിക്കുള്ളതാ. കരയാൻ പോകുന്നത് ഞാനല്ല, നീയാ. ഈ ചിരി എന്നും നിന്റെ മുഖത്ത് കാണണം. ലെറ്റ്സ് സീ. അപ്പൊ കുക്കീനെ അയാള് കല്യാണം കഴിച്ച? ഇല്ല, ഞാനതിന് സമ്മതിക്കില്ല. അവരുടെ കല്യാണം ഏകദേശം ഉറപ്പിച്ചിരിക്കുക? ഇല്ല, അവൻ അവളെ കിട്ടില്ല. പിന്നെ നിങ്ങൾ അവളെ കല്യാണം കഴിക്കോ? എല്ലാം ഏറ്റു പറഞ്ഞതിന് ശേഷം അവളെ കല്യാണത്തിന് സമ്മതിക്കുന്നതാണോ? അതോ അവളെ സ്വന്തമാക്കിയതിനു ശേഷം അവളോടെല്ലാം പറയോ? അവളിപ്പോ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് നിങ്ങളെയാ, സ്നേഹിക്കുന്നതും നിങ്ങളെ തന്നെയാ. എന്താ നീ പറഞ്ഞേ? അവൾക്ക് ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളെയല്ല, ക്രിസ്റ്റിയെ. അവൾ സ്വയം അവളെ ഒരു മോശം പെണ്ണായി കാണുന്നോണ്ടാ അവൾ നിങ്ങളെ റിജക്ട് ചെയ്തേ. അവൾ എന്താ പറഞ്ഞെന്നറിയോ? You are a gem and you deserve someone who is more better than her. വിഡ്ഢി, നിങ്ങൾ അവളെ ഡിസേർവ് ചെയ്യാത്ത. അവളെ എന്നല്ല, ഈ ലോകത്ത് ഒരു പെണ്ണിനെയും നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നില്ല. വിട്ടു തരില്ല ഞാൻ അവളെ. നിങ്ങൾക്കും ആ ജേസനും അവളെ പച്ചയ്ക്ക് കത്തിച്ചാലും ശരി, നിങ്ങൾക്ക് അവളെ ഞാൻ വിട്ടു തരില്ല. You don't deserve her. അല്ലെങ്കിലും ഇന്നെല്ലാം അവസാനിക്കാൻ പോവാ. ചിമ്മി എന്തൊക്കെയോ അറിഞ്ഞിട്ടുണ്ട്, എനിക്ക് ഉറപ്പാ. അപ്പൊ താനെന്ത് ചെയ്യും? എന്റെ ചിമ്മിയെ കൊല്ലുവോ? നിങ്ങൾക്കതൊക്കെയല്ലേ ശീലം, അതുകൊണ്ട് ചോദിച്ചതാ. നോ ആൻ, അഭിനയാണെങ്കിലും ഇപ്പൊ അവനെന്റെ ഫ്രണ്ടാ. അവരെല്ലാം അറിഞ്ഞോട്ടെ, എന്ത് ശിക്ഷ വേണമെങ്കിലും തന്നോട്ടെ. കൊല്ലാ വേണ്ട തന്നെയൊക്കെ, അതെന്റെ ചിമ്മി ഉറപ്പായിട്ടും ചെയ്യും. ഹലോ, ഒരു മണിക്കൂർ കഴിഞ്ഞല്ലോ, ഇതെന്താ ഇവര് തുറക്കാതെ? കർത്താവ്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മമ്മി അവളെവിടെ? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? എനിക്ക് പെട്ടെന്നൊരു എമർജൻസി കേസ് വന്നു. ടെൻഷൻ ആവണ്ട, എല്ലാം ഓക്കെയാണ്. ഒരു ഹാഫ് ആൻ അവർ. ആ, ഞാൻ ഇവിടെ ഉണ്ടാവും. ആൻ വാ. അരമണിക്കൂർ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ? ഇതിലെന്ത് കോംപ്ലിക്കേഷൻ? അവൾ ഓക്കെയാണ്, നീ പോയി കണ്ടോ. ഡി, നീ ഓക്കെ അല്ലേ? എന്താടി നീ ഡള്ളായിരിക്കുന്നേ? പെയിൻ ഉണ്ടോ? ചെറുതായിട്ട്, പക്ഷെ എന്റെ ടെൻഷൻ അതൊന്നുമല്ല. പിന്നെ ഞാൻ ചെയ്തത് ശരിയാണോ? ആണ്, നിന്റെ ശരീരമാണ്, തീരുമാനം നിന്റെയാണ്. ഈ സ്റ്റിച്ച് ഉണങ്ങുന്നവരെ ഒരു സമാധാനമില്ല. അത് വേഗം ഉണങ്ങും, അതിന് പ്രത്യേകം മരുന്നുണ്ട്. നീ എന്റെ വീട്ടിൽ നിന്നോ? അതെന്താ? പെട്ടെന്ന് എന്തേലും ആവശ്യം വന്നാലോ? അവിടെ ആവുമ്പോ മമ്മി ഉണ്ടാവുമല്ലോ. അത് ശരിയാ. ക്രിസ്റ്റി പോയോ? അറിയില്ല, നമുക്കിപ്പോ പൊക്കൂടെ? ആ പോവാം. ഞാൻ എന്നാ ക്രിസ്റ്റി ഒന്ന് വിളിച്ച് പറയട്ടെ. കുക്കി, ഞാൻ ഇന്ന് അന്നയുടെ വീട്ടിലാ നിക്കുന്നെ. നാളെ കാണാം. ഐ വിഷ്. താങ്ക് യു ക്രിസ്റ്റി. ഹേ,
കുക്കി, ഉം, നീ ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ല. ടേക്ക് കെയർ. ഉം. അവനെന്താ വരാത്തെ? വരും. വരാതെ എവിടെ പോവാനവൻ? നിങ്ങളെന്താ ഇവിടെ? എന്തേ, നിനക്ക് ഞങ്ങളെ കണ്ടത് പിടിച്ചില്ലേ? നിന്റെ പേരെന്താന്നാ പറഞ്ഞേ? പറയട നായേ, നീ എന്തിനാ കള്ളം പറഞ്ഞ് ഇവിടെ കയറി കൂടിയേ? ഞാൻ അവൻ അവന്റെ അമ്മയെ കാണാൻ വന്നതാ.